ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അബ്ദുൽ ഹക്കീം കമ്രാൻ കേരളത്തിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പരാതി കൊടുത്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികൾക്കുമെതിരെ കേസെടുത്തു കേരള പോലീസ്. കാരണം ഇവരൊക്കെ ലോൺ എടുക്കാൻ നേരത്തെ നാട്ടിലെ വിലാസവും കൊടുത്തിരുന്നു. അങ്ങനെ ഏതാണ്ട് 10-14 FIRകൾ എറണാകുളം, കോട്ടയം ജില്ലകളിലായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തു. പക്ഷേ കേസുകളുടെ എണ്ണം കൂടുന്നു. 1400-ലധികം പേർ പറ്റിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. അവരുടെ എല്ലാം വിശദാംശങ്ങൾ കൈമാറിയിരിക്കുന്നു. ഇതേ തുടർന്ന് കേരള പോലീസ് ഈ കേസെല്ലാം കൂടി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് ഒറ്റ കേസായി എല്ലാവരെയും പ്രതി ചേർത്തുകൊണ്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വലിയ സ്കാമാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ട സ്കാമാണ്. കേരള പോലീസ് മാത്രം അന്വേഷിച്ചാൽ പോരാ, ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യും. ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്, പ്രത്യേകിച്ച് നഴ്സുമാർക്ക്. ഞാൻ നഴ്സുമാരെ വല്ലാതെ